نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ ധന്യമായി തീർന്ന ഈ സായം സന്ധിയിൽ ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ ആദ്യ ദിവസമായ ഇന്ന് തൗഹീദും പ്രബോധകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആമുഖം ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളും കക്ഷികളും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിഭാഗക്കാരനാണെങ്കിലും അവന്റെ മനസ്സിലെല്ലാം സ്വർഗത്തിൽ പോകണം, ഞാൻ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ശരി, ഇത് വിശ്വസിക്കാത്തവനൊക്കെയും പിഴച്ചവനാണ്, ലലാലത്തിലാണ്, ഞാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിദായത്തിന്റെ വഴികളിലുള്ളത് എന്ന് വിശ്വസിക്കുന്നവർ. അടിസ്ഥാനപരമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫ് സ്വാലിഹുകളുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആളുകൾക്ക് വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. മതം എന്ന് പറയുന്നത് വൈരമല്ല, വിദ്വേഷമല്ല,
കലാപമുണ്ടാക്കുന്നതല്ല എന്ന് നമുക്കൊക്കെ അറിയാം. മതം ഗുണകാംക്ഷയാണ്. അദ്ദീനു അന്നസീഹ. മതം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. സ്നേഹമായിരിക്കണം മതപ്രബോധകന്റെ മുഖമുദ്ര. ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയും സഹവർത്തിത്വവും നഷ്ടപ്പെട്ട പ്രബോധകന്മാർക്ക് ലോകത്ത് അമ്പിയാക്കൾ നടത്തിയ പ്രബോധനം നടത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. നാം ഇവിടെ പ്രബോധകന്മാരുടെ ത്യാഗത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും പറയാനുള്ള കാര്യം ഇതാണ്. നാം അള്ളാഹുവിന്റെ ഖുർആനിനോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളല്ല. ഇന്ന കാര്യം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വിഷയത്തിൽ ഒരു വിധി വന്നാൽ പിന്നെ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാവതല്ല. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ സൂക്തമാണ്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ സത്യവിശ്വാസിക്കാവട്ടെ സത്യവിശ്വാസിനിക്കാവട്ടെ അവർക്ക് എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. അവർ പരിപൂർണമായി അത് സ്വീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായമായ സൂറത്ത് നിസായിൽ 65-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സൂചിപ്പിക്കാൻ, ഫലാ വറബ്ബിക്, അല്ലാഹുവാണേ സത്യം, ലാ യുഅ്മിനൂൻ, നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞു, എന്നിട്ട് നിങ്ങളത് സ്വീകരിക്കണം, നിങ്ങളത് അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രം പോരാ, മനസ്സിൽ നിങ്ങൾക്ക് യാതൊരുവിധ ചൊറിച്ചിലും അനുഭവപ്പെടാൻ പാടില്ല. ആ നിലക്ക് പരിപൂർണമായി നിങ്ങളതിന് വിധേയമാകണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയാണ്. പ്രവാചകന്റെ മക്കം ഫതഹിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 272-ാമത്തെ ആയത്തിലൂടെ പലിശ അല്ലാഹു ഹറാമാക്കി എന്ന ആയത്തിറങ്ങി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പലിശയാണ് ആദ്യമായി പ്രവാചകൻ നിയമം മൂലം ഇല്ലായ്മ ചെയ്തത്. ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. നബി പറഞ്ഞു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശ അദ്ദേഹത്തിന് ഇനി കൊടുക്കാനുള്ളവരാരും കൊടുക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, മോനെ, അള്ളാഹുവിന്റെ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങനെ ഉണ്ടായോ? അങ്ങനെ അള്ളാഹു വിധി ഇറക്കിയോ? അതെ, അങ്ങനെ ഉണ്ടായി. പിന്നെ യാതൊന്നും പറയാൻ അദ്ദേഹത്തിനില്ല. അപ്പടി അത് സ്വീകരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിക ലോകത്തിന്റെ പ്രാധാന്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഈ വാളിന് വിധേയമാക്കുമെന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കോപാക്രാന്തനായി പറഞ്ഞത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനിലെ 3-ാം അധ്യായത്തിലെ 144-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഖുർആനിലെ മറ്റൊരു ആയത്തും ഓതി കേൾപ്പിച്ചു. പിന്നീട് വർത്തമാനമില്ല, പിന്നെ എതിരഭിപ്രായങ്ങളില്ല.
പിന്നെ തന്റെ താല്പര്യങ്ങളില്ല. അള്ളാഹു ഖുർആനിൽ അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതാണ് സലഫു സ്വാലിഹുകളുടെ വഴികൾ. ഈ വഴികളെക്കുറിച്ച് കൃത്യമായി ബോധമുണ്ടാകണം. ഏത് ഉസ്താദ് പ്രസംഗിക്കുമ്പോഴും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഉസ്താദ് എത്ര കണ്ട് വാചാലനായി ചിരിപ്പിച്ചു, തമാശ പറഞ്ഞു എന്നതല്ല. നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ എത്ര ആയത്തുകൾ തെളിവുദ്ധരിച്ചു, എത്ര ഹദീസുകൾ തെളിവുദ്ധരിച്ചു, ചരിത്രത്തിന്റെ പിൻബലത്തോടെ എത്ര അവതരിപ്പിച്ചു, ഇതായിരിക്കണം നമ്മുടെ ചിന്ത. അങ്ങനെ ഖുർആനിലും സുന്നത്തിലും സലഫു സ്വാലിഹുകളുടെ ജീവിതത്തിലും പറഞ്ഞ കാര്യങ്ങളെ അത് ശ്രദ്ധിച്ച് കേൾക്കാനും, ആര് പറഞ്ഞാൽ എന്താണ് കാര്യം, ആര് പറഞ്ഞാലും വലാ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 2-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞതാണ് വലാ തആവനു അലൽ ബിർരി വത്തഖ്വ. തഖ്വയിലും പുണ്യത്തിലും നിങ്ങൾ സഹകരിക്കണം, തിന്മയിലും അതുപോലെയുള്ള അക്രമങ്ങളിലും നിങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിക്കണം. ആരായിരുന്നാലും, ഏത് ഉസ്താദായിരുന്നാലും, ഏത് മൗലവിയായിരുന്നാലും, ഏത് മനുഷ്യനായിരുന്നാലും, നന്മയാണോ ആരായിരുന്നാലും സഹകരിക്കുക, തിന്മയാണോ നിസ്സഹകരണങ്ങൾ പ്രഖ്യാപിക്കുക. ഇതാണ് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. അല്ലാഹു പറയാണ് ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തുൽ സുമർ 17-18 സൂക്തങ്ങളാണ്. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ, പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ, ഏത് ഉസ്താദിൻ്റെതായിരുന്നാലും, സുന്നി ആയാലും മുജാഹിദായാലും ഖാദിയാനി ആയാലും ഷിയ ആയാലും, കേൾക്കാനുള്ള സന്മനസ്. എന്താ പറയാനുള്ളത്? എന്താ അവർക്ക് നമ്മളോട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയാനുള്ളത്? അത് കേൾക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിന്റെ ആളുകളാണ് നമ്മളെങ്കിൽ പടച്ചതമ്പുരാന്റെ വാചകം ശ്രദ്ധിക്കണം, അള്ളാഹു പറഞ്ഞ ആയത്തുകൾക്ക് ഗൗരവം കാണണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഫയത്തബിയൂന അഹ്സനഹു, അതിലേറ്റവും നല്ലതേതാണോ അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അതിലേറ്റവും നല്ലതാരാണോ പറയുന്നത് അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അത് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് ബുദ്ധി നൽകി, ചിന്തിക്കാനുള്ള കഴിവ് നൽകി, അറിയാനും വായിക്കാനുമുള്ള വിജ്ഞാനം നൽകി, എന്നിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകി, മാധ്യമങ്ങൾ നൽകി, എല്ലാവിധ അവസരങ്ങളും ഒരുക്കി തന്നു. എന്നിട്ട് കേൾക്കാനും വായിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകി. എന്നിട്ട് പഠിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും നല്ലത് പിൻപറ്റിക്കോ. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകും. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളാണ് ബുദ്ധിയുള്ള ആളുകൾ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി വരുന്ന ഇൻഷാ അല്ലാഹ് ഇന്ന് ഒഴികെയുള്ള 2 ദിവസങ്ങളിലും കൂടിയുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കാനും വിലയിരുത്താനും. എല്ലാറ്റിനോട് യോജിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം. ഇൻഷാ അല്ലാഹ് വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ നമുക്ക് ഇതുപോലെ വേദികൾ ഒരുക്കാം, സംസാരിക്കാം. ഇന്നതൊക്കെ തെറ്റാണ് എന്ന് പറയാം, ഇന്ന ആയത്തിനെതിരാണ് എന്ന് പറയാം, ഇന്ന ഹദീസിനെതിരാണ് സഹോദര എന്ന് പറയാം. അത്രയല്ലേ നമുക്കുള്ളൂ. നമ്മളൊരാളെ തെറ്റ് കാണുന്നു, ഒരു തെറ്റ് കാണുന്നു, ഏതൊരു പ്രവർത്തകനാവട്ടെ, സുന്നിയാവട്ടെ, മുജാഹിദാവട്ടെ, സുഹൃത്തെ ഇത് ശരിയല്ല, ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല, ഇത് ഒഴിവാക്കണം, ഇത് മാറ്റണം, നമുക്ക് സ്വർഗത്തിൽ പോകണം, നമ്മൾ വിശ്വാസികളാണ്, ഇതെന്റെ ബാധ്യതയാണ്, ആ ബാധ്യതയുടെ നിർവഹണമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മത്സരമല്ല, വൈരമല്ല എന്ന് പറയാൻ കാരണം അതാണ്. കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുക. ഇവിടെയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ തൗഹീദ് എന്ന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ നേർ വിപരീതമായ ശിർക്ക് എന്താണ് എന്ന് പറയേണ്ടി വരും. തൗഹീദ് എന്താണ് എന്ന് പഠിച്ചാൽ ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തൗഹീദിനെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരും, വിലയിരുത്തേണ്ടി വരും. മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതകളുള്ള ഒരു വിഷയമാണിത്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ളത്. എന്നാൽ ഏറെ ഗൗരവമാണിത്. ഇതില്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ ഗൗരവപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റവും ആദ്യമായി തൗഹീദ് എന്ന വിഷയം സംസാരിക്കുന്നത്? എന്തിന് അഭിപ്രായ ഭിന്നതയുള്ള ഈ വിഷയം സംസാരിക്കുന്നത്? 4 കാരണത്താലാണ്, 4 കാരണങ്ങളാലാണ്. ആ
ആ 4 കാരണങ്ങളില്ലായിരുന്നുവെങ്കിൽ നാം ഇത് സംസാരിക്കുമായിരുന്നില്ല. എന്താണ് ആ 4 കാരണങ്ങൾ? അതിൽ ഒന്നാമത്തെ കാരണം ശിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമേതാ? അത് ശിർക്ക് മാത്രമാണ്. അതിന് താഴെയുള്ള ഏത് പാപവും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർ പശ്ചാത്തപിക്കാതെ തന്നെ പടച്ച തമ്പുരാൻ അവർക്ക് പൊറുത്തു കൊടുക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാരണം ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുത്തു കൊടുക്കൂല. അതുകൊണ്ടാണ് അതിന് നാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാ അമലുകളും ബാത്തിലായി പോകും. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാ അമലുകളും, ഏതമല് ചെയ്താലും 5 നേരം കൃത്യമായി നമസ്കരിച്ച ആള്, ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന ബാങ്ക് കേട്ട് കൃത്യമായി പള്ളിയിൽ 5 വക്തിൽ നമസ്കരിച്ച ആള്, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിച്ച ആള്, സക്കാത്ത് കൃത്യമായി കൊടുത്ത മനുഷ്യൻ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ എമ്പാടും ചെയ്തു കൂട്ടിയ മനുഷ്യൻ, ഹജ്ജ് ചെയ്ത ആള്, ഇങ്ങനെയൊക്കെ അമലുകൾ കൂമ്പാരമായി ചെയ്ത ഒരു മനുഷ്യൻ പരലോകത്ത് ശിർക്കുമായിട്ടാണ് ചെല്ലുന്നതെങ്കിലോ അയാളുടെ സമസ്ത അമലുകളും പൊളിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. രണ്ടാമത്തെ കാരണം അതാണ്. മൂന്നാമത്തെ കാരണം അവന് സ്വർഗം നിഷിദ്ധമാകും എന്നതാണ്. സ്വർഗം നിഷിദ്ധമാകും. നാലാമത്തെ കാര്യം അവൻ എന്നെന്നും നരകത്തിൽ കിടക്കേണ്ടി വരും. ഈ 4 കാരണങ്ങളും ഏറ്റവും സുപ്രധാനമായ കാരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രബോധക സംഘങ്ങൾ ശിർക്ക് വരുന്ന എല്ലാ വഴികളെക്കുറിച്ചും അതീവ ജാഗ്രതയിലായിരിക്കുമെന്നാണ് പറഞ്ഞതിനർത്ഥം. ഗോപ്യമായ രൂപത്തിൽ ഉറുമ്പരിച്ചു കയറുന്ന പോലെ ശിർക്ക് നിങ്ങളുടെ സമൂഹത്തിൽ വന്നു ചേരും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം 9.5 നൂറ്റാണ്ട് നിരന്തരമായി തൗഹീദി പ്രബോധനം നടത്തിയാണ്. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ. ഖുർആനിലെ 71-ാം അധ്യായം സൂറത്ത് നൂഹിന്റെ 5-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയാണ്, നൂഹ് നബി അല്ലാഹുവിനോട് പറയുന്നതായി, ഖാല റബ്ബി ഇന്നി, എന്റെ റബ്ബേ നിശ്ചയമായും ഞാൻ ദഅൗതു ഖൗമി, എന്റെ ജനങ്ങളെ ക്ഷണിച്ചു, ലൈലൻ വനഹാറാ, രാത്രിയിലും പകലിലും. രാവെന്ന് വ്യത്യാസമില്ല, പകലെന്ന് വ്യത്യാസമില്ല. രാവിലെ ചെന്ന് കാണാൻ കഴിയുന്നവരെ ഞാൻ രാവിലെ ചെന്ന് കണ്ടു, ഉച്ചക്ക് കാണാൻ സൗകര്യമുള്ളവരെ ഞാൻ ഉച്ചക്ക് ചെന്ന് കണ്ടു, സായം സന്ധ്യയിൽ ചെന്ന് കാണാൻ സൗകര്യമുള്ളവരെ ഞാൻ സായം സന്ധ്യയിൽ ചെന്ന് കണ്ടു, രാത്രിയിൽ ചെന്ന് കാണാൻ സൗകര്യമുള്ളവരെ ഞാൻ രാത്രിയിൽ ചെന്ന് കണ്ടു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ലൈലൻ വനഹാറാ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ നിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. 950 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാരഥനായ പ്രവാചകൻ, ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരിൽ അങ്ങേയറ്റത്തെ സഹനത്തിന്റെ ത്യാഗത്തിന്റെ പട്ടികയിൽ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ 5 പ്രവാചകന്മാരിൽ ആദ്യത്തെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ നൂഹ് നബിയുടെ ജീവിതത്തിലെ ഏറെ ശ്രദ്ധേയമായ ഒരു രംഗമാണ് ഞാൻ പറഞ്ഞത്. പ്രബോധകന്മാരുടെ ത്യാഗങ്ങൾ പറയുമ്പോൾ ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രബോധകന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങടിയിലിറങ്ങി പ്രസംഗിക്കുമ്പോൾ കൂക്ക് കേൾക്കേണ്ടി വരും, കല്ലേറ് കൊള്ളേണ്ടി വരും, ബഹിഷ്കരണങ്ങൾ ഏൽക്കേണ്ടി വരും, നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ടി വരും. പക്ഷേ അവനൊക്കൊരാഗ്രഹമുണ്ട്, അവന് താവളമുണ്ട്. അവന്റെ വീട്ടിലേക്ക് ചെന്നാൽ സമാധാനമാണ്, ഭാര്യ അവന് ആശ്വാസമാണ്, മക്കൾ അവന് സമാധാനമാണ്. ബാപ്പാ സാരമില്ലെന്ന് പറയാൻ നമുക്കിന്ന് മക്കളുണ്ട്, അതുപോലെ നിങ്ങൾ സമാധാനിക്കൂ എന്ന് പറയാൻ ഭാര്യമാരുണ്ട്. റസൂലുള്ളാഹിക്ക് പോലും ആ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹിറാ ഗുഹയിൽ നിന്ന് ഓടി വരുമ്പോൾ സമാധാനിപ്പിക്കാൻ ഖദീജ ബീവിയുണ്ട്. നൂഹ് നബിയുടെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 950 വർഷം അങ്ങാടിയിലിറങ്ങി തൗഹീദ് പറഞ്ഞിട്ട് നാട്ടുപ്രമാണിമാരായ ആളുകൾ ഇവൻ ഭ്രാന്തനാണ്, കള്ളനാണ്, കൊള്ളരുതാത്തവനാണ്, നാട്ടുപ്രമാണികളെ തള്ളിക്കളയുന്നവനാണ്, പാരമ്പര്യ വിശ്വാസങ്ങളെ കളഞ്ഞു കുടിക്കുന്നവനാണ്, അനൈക്യമുണ്ടാക്കിയവനാണ് എന്നൊക്കെ അങ്ങാടിയിൽ നിന്ന് ചീത്തയും കൂക്കുവിളിയും കല്ലേറും ഒക്കെ കൊണ്ടിട്ട് വീട്ടിലേക്ക് കയറി വന്ന് ഭാര്യ ആശ്വസിപ്പിക്കാനുണ്ടോ?
വീട്ടിൽ വന്ന ഭാര്യയുടെ സ്ഥിതി എന്താ? കുത്തുവാക്കുകൾ. ഭാര്യ ആരാണ്? അവിശ്വാസിനിയാണ്. ഫിറഔനെ കുറിച്ച്, ഫിറഔന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞതിന്റെ തൊട്ടു മുമ്പ് സാലിഹീങ്ങളായ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ, ലൂത്ത് നബിയുടെ, നൂഹ് നബിയുടെ ഭാര്യമാർ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് സമാശ്വസിപ്പിക്കാൻ ഭാര്യയില്ല. അവിടെ ചെന്നിട്ട് ഭാര്യയുടെ കുത്തുവാക്കാണ്. മകനാരാണ്? കാഫിറാണ്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി മരിച്ച ആളാണ്. ബാപ്പ സ്വന്തം മകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആളാണ് നൂഹ് നബി. മകന്റെ സമാധാന വാക്കില്ല, ഭാര്യയുടെ സമാധാന വാക്കില്ല. ഈ ഭൂമിയിൽ ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ച പ്രവാചകന്മാരുടെ പട്ടികയിൽ ശ്രദ്ധേയനായ ഒരു നബിയായി തീർന്ന നൂഹ് നബി എങ്ങനെയാണ്? എന്താ നൂഹ് നബി അവരോട് പറഞ്ഞത്? ഇതാ നിങ്ങൾക്ക് വജാലൽ ഖമറ ഫീഇന്ന നൂറൻ വജാല ശംസ സിറാജാ വജാലൽ ഖമറ ഫീഇന്ന നൂറ വജാല ശംസ സിറാജാ. സൂര്യനെ നിങ്ങൾക്കൊരു വിളക്കാക്കി തന്നില്ലയോ? ചന്ദ്രനെ നിങ്ങൾക്ക്, സൂര്യനെ ഒരു വിളക്കും ചന്ദ്രനെ ഒരു പ്രകാശവുമാക്കി തന്നില്ലേ? വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതാ ലിതസ്ലുകൂ. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചോ, അള്ളാഹുവിന്റെ മുമ്പിൽ വഴിപ്പെട്ടോ, പ്രാർത്ഥനകളും നേർച്ചകളും അവന് സമർപ്പിച്ചോ, അങ്ങനെയായാൽ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിച്ചു തരും, സന്താനങ്ങളുടെ സൗഭാഗ്യമുണ്ടാക്കി തരും, നിങ്ങൾക്കിതെല്ലാ സൗകര്യങ്ങളും അവൻ ചെയ്തു തന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം അവരിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹം സഹിക്കേണ്ടി വന്നു. വല്ലാത്തൊരവസ്ഥയില്ലേ? ഭാര്യയുടെ സമാശ്വാസമുണ്ടോ? മകന്റെ സമാശ്വാസമുണ്ടോ? പ്രബോധകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളുടെ ചരിത്രങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധേയമാണ്. എന്നിട്ട് നൂഹ് നബി പ്രബോധനം ചെയ്ത് ഒരു നൂറ്റാണ്ടിൽ 1.5 ആള് എന്ന നിലക്ക് പോലും അദ്ദേഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഏത്? പാതി മനസ്സുകൊണ്ടെങ്കിലും നൂഹ് നബി അംഗീകരിക്കുന്ന ഒരാൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് അങ്ങനെ 1.5 ആളെ പോലും ആർക്ക് കിട്ടിയിട്ടില്ല? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയിട്ടില്ല. 950 വർഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു കഴിഞ്ഞ കാലഘട്ടത്തിൽ അമ്പിയാക്കളെ. അങ്ങനെ മുഹമ്മദ് നബി ഇങ്ങനെ നോക്കുമ്പോ ഒരു നബി ഇങ്ങനെ ഒറ്റക്ക് പോവുക, ആരുമില്ല, ഒരൊറ്റ മനുഷ്യൻ കൂടല്ല. ഒരു മനുഷ്യനും ദൈവത്തിന്റെ ഹിക്മത്ത് അറിഞ്ഞുണ്ടായിട്ടല്ല, ഒരു മനുഷ്യനുമില്ല അദ്ദേഹത്തിന്റെ കൂടെ. റസൂലുള്ള വല്ലാതെ ഒന്ന് നോക്കി, ആരാ ഈ നബി? ഒരു മനുഷ്യനില്ലാത്തൊരു നബി. ഒരു മനുഷ്യന്മാരാ ദൈവത്ത് കേട്ടിട്ട് സ്വീകരിക്കണ്ടേ? അങ്ങനെ പ്രവാചകന്മാർ കഴിഞ്ഞുപോയി, ആരുമില്ല. വേറൊരു നബീനെ കണ്ടു, 2 ആളുള്ളത് കൂടെ. പിന്നൊരു നബീനെ കണ്ടു, ഒരു 4-5 ആളുള്ളത്. പിന്നെ കാണുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കുറച്ച് കൂടുതൽ ആളുകൾ ഒരു നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു അതെന്റെ ഉമ്മത്തായിരിക്കും എന്നൊക്കെ. പിന്നീട് നബിക്ക് നബിയുടെ ഉമ്മത്തിനെ കാണിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ദീർഘമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നത്തിൽ ഒരു കാര്യമാണ്. നൂഹ് നബിക്ക് 12 ആളെയാണ് കിട്ടിയത്. ഈ 12 ആളെയാണ് കപ്പലിൽ കയറ്റി നൂഹ് നബി ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ വന്നടിഞ്ഞതൊക്കെ. ഇന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്, തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുതയാണ്, ചരിത്രത്തിന്റെ ഭാഗം. ഈ 12 ആളുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? തൗഹീദിൽ യാതൊരു മായവും ചേർക്കാതെ നൂഹ് നബിയുടെ കൂടെ 12 ആളുകൾ ആ കപ്പലിൽ പോയല്ലോ. ആ 12 ആളുകൾക്ക് പിന്നീട് എന്താ പറ്റിയത്? അവരിൽ നിന്നാണ് പിന്നീട് മുശ്രിക്കുകൾ ഉണ്ടായത്, ബൗദ്ധൈവ വിശ്വാസികൾ ഉണ്ടായത്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവരുണ്ടായത്. അതുകൊണ്ടാണ് വേറെ നബിമാർ വരേണ്ടി വന്നത്. വ്യതിയാനമുള്ളത് കൊണ്ടാണ് വേറെ പ്രവാചകന്മാർ വരേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ആദം നബിയോടുകൂടി അവസാനിച്ചാൽ മതിയത്. കാരണം എല്ലാവരും ഒരേപോലെ പിന്നെ ജീവിക്കുമെങ്കിൽ മാറ്റമുണ്ടായി. അപ്പോൾ അമ്പിയാക്കൾ വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ആ പരമ്പര അവസാനിച്ചു. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ അമ്പിയാക്കളുടെ പ്രബോധനത്തിൽ ഞാൻ പറഞ്ഞു, ഈ 4 കാരണങ്ങളാലാണ് യഥാർത്ഥത്തിൽ തൗഹീദിന് ഇത്രയേറെ പ്രാധാന്യവും ശിർക്കിനെതിരെ ഇത്ര ശക്തമായ ബോധവൽക്കരണങ്ങളും നടക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ലോകത്ത് വന്ന എല്ലാ അമ്പിയ മുർസലീങ്ങളും ഒരു കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കട്ടെ ഞാൻ. പ്രവാചകന്മാർ വരാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല. ലോകത്ത് അമ്പിയാക്കൾ വരാത്ത ഒരു സമൂഹം. വൈമിൻ ഉമ്മത്തിൻ ലാ ഖലാ ഫീഹാ നദീർ, വൈമിൻ ഉമ്മത്തിൻ ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാരില്ലാത്ത ഒരു ജനവിഭാഗവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിൽ 24-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയാണ്, വൈമിൻ ഉമ്മത്തിൻ ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാർ വന്നിട്ടില്ലാത്ത ഒരൊറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല. അവിടങ്ങളിലൊക്കെ അമ്പിയാക്കൾ വന്നിട്ടുണ്ട്.
വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, എല്ലാ സമുദായത്തിലും നാം അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ സമുദായത്തിലും. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 36-ാമത്തെ സൂക്തമാണ്. എല്ലാ സമൂഹത്തിലും അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ഇനി സ്വാഭാവികമായി ആ രംഗത്ത് നമുക്കുണ്ടാവുന്ന സംശയം എന്താണ്? അമ്പിയാക്കൾ എല്ലാ സമൂഹത്തിലും വന്നു എന്ന് പടച്ച തമ്പുരാൻ കൽപ്പിക്കുന്നു, പറയുന്നു, പഠിപ്പിക്കുന്നു. ഇനി ആ അമ്പിയാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം അതായിരിക്കുമോ? ഒരേ കാര്യമായിരിക്കുമോ? ആദ്യമായി അവരൊക്കെ പറഞ്ഞത് തൗഹീദായിരിക്കുമോ? ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉണ്ടാകുന്ന സംശയം. എല്ലാ അമ്പിയാക്കളും അതാണോ പറഞ്ഞത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പിയാക്കൾ വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടാണോ കടന്നു വന്നത്? ഈ സംശയത്തിന് ദൂലീകരണം എന്ന നിലക്ക്, ഇനി സാധ്യതകളില്ലാത്ത നിലക്ക് അള്ളാഹു അത് ആ സംശയത്തെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ഒന്ന്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നുഹീ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 25-ാമത്തെ സൂക്തമാണ്. ഖുർആനിലെ 21-ാം അധ്യായം അംബിയ, പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്ന സീരിയലുകളായി അല്ലെങ്കിൽ പരമ്പരകളായി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഒരധ്യായമാണ് സൂറത്ത് അംബിയ. ഖുർആനിലെ 21-ാം അധ്യായമാണ്. അതിലെ 25-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയാ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ. ഇത് പറയാൻ ഈ ആയത്തിന്റെ ഒരു സബബ് നുസൂൽ എന്താ ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 കൊല്ലം അല്ലമീനാണ്, വിശ്വസ്തനാണ്, ആർക്കെതിരെ അഭിപ്രായം ഇല്ലാത്ത ആളാണ്, എതിരഭിപ്രായങ്ങളൊന്നുമില്ലാത്ത പ്രവാചകൻ. പക്ഷെ 40 വയസ്സ് നുബുവത്ത് കിട്ടിയതിന് ശേഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രബോധനം ചെയ്തതിന് ശേഷം അങ്ങേയറ്റത്തെ പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ഉണ്ടായ അദ്ദേഹത്തിന്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിയ ആളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നത ഉണ്ടാക്കിയവൻ മുഹമ്മദാണ് എന്ന് അബൂജഹൽ പോലും പറയാറുണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നെ തോന്നി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാകുന്ന ഈ ഒരു വിഷയം എന്നെ മാത്രമാണോ അള്ളാഹു ഏൽപ്പിച്ചത്? എന്നെ മാത്രമാണ് ഏൽപ്പിച്ചത് എന്നൊരു സംശയം. അതിനെ ദൂലീകരിച്ചുകൊണ്ട്, അതുപോലെ നമുക്കുള്ള സംശയങ്ങളെ ദൂലീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വഹി നൽകിക്കൊണ്ടല്ലാതെ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വഹി നൽകിക്കൊണ്ടല്ലാതെ ഒരൊറ്റ നബിയെയും നാം നിങ്ങൾക്ക് മുമ്പ് അയച്ചിട്ടില്ല. അപ്പൊ ആദം നബി മുതൽ പ്രവാചക ശൃംഖലയിലെ ഖാത്തിമുൻ നബി എന്ന ഖുർആനിലെ 33-40 വിശേഷിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ അമ്പിയാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്നവരാണ്. ആദ്യമായി കൊണ്ട് അവർ പറഞ്ഞതും ഈ വാചകമാണ്. എല്ലാ മുഫസ്സിരീങ്ങളും അതിൽ ഏകകണ്ഠമായി ഈ പ്രവാചകന്മാരെല്ലാം ആദ്യമായി സമൂഹത്തെ പഠിപ്പിച്ചത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂഹത്തിലേക്ക് നിയോഗിച്ചിട്ട് അദ്ദേഹം ആദ്യമായി പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. സൂറത്ത് അറാഫിൽ, ഖുർആനിലെ 7-ാം അധ്യായത്തിലെ 59-ൽ, സൂറത്ത് ഹൂദിലും സൂറത്ത് നൂഹിലും 71-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും ഒക്കെ ഈ യാഥാർത്ഥ്യമാണ് പറയുന്നത്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സൂറത്ത് അറാഫിൽ 59-ൽ പറയുന്ന, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്. അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ജനതയിലേക്ക് നിയോഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല, അവന് പുറമെ നിങ്ങൾ ഒരാളെയും ആരാധിക്കരുത്. ഈ യാഥാർത്ഥ്യം പറയാനാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു അയച്ചത്. വഇലാ ആദിൻ അഖാഹു ഹൂദ ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സൂറത്ത് അറാഫിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 65-ൽ വീണ്ടും പറയും. ആദ് സമൂഹത്തിലേക്ക്, അതുപോലെ തന്നെ ഹൂദ് സമൂഹത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره. സൂറത്ത് ഹൂദിൽ കാണാം 11-ാം അധ്യായം 84-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന മൗലിക തത്വം പഠിപ്പിച്ചതിന് ശേഷമാണ്
അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കാണിക്കരുത് എന്ന സാമൂഹ്യ തിന്മക്കെതിരെ രണ്ടാമതായി അദ്ദേഹം ശബ്ദിക്കുന്നത്. ഇതൊക്കെ ഖുർആനിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് ശരിയല്ല. വഇലാ സമൂദു അഖാഹും സ്വാലിഹ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സൂറത്ത് അറാഫിൽ തന്നെ 73 കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാണ് ചോദിച്ചാൽ, എല്ലാ പ്രവാചകന്മാരും ആ സമൂഹത്തിൽ വന്നിട്ട് ആദ്യമായി പറഞ്ഞ കാര്യം ഇതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഖുർആനിലെ 16-ാം അധ്യായത്തിലെ 36-ാമത്തെ സൂക്തമാണ്. എല്ലാ ജനവിഭാഗത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചു. ഇനി അവരെന്താ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് പുറമെ നിങ്ങൾക്ക് വേറൊരു ആരാധ്യനില്ല. ഈ യാഥാർത്ഥ്യം പറയാനാണ് എല്ലാ അംബിയാ മുർസലീങ്ങളും വന്നത്. ഒരു നബി വന്നിട്ട് ഒരേ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ 2-3 നബിമാർ. ഇസ്രായേലിലേക്ക് എത്ര അമ്പിയാക്കളെയാണ് അള്ളാഹു അയച്ചത്? ഓരോ അമ്പിയാക്കളും മരിച്ചു പിരിയുമ്പോൾ തന്നെ വേറൊരു പ്രവാചകൻ വരുന്നു. ആ പ്രവാചകന്മാരോട് പറയാനുള്ളത് തൗഹീദാണ്. കാരണം വിശ്വാസരംഗം എപ്പോഴും വ്യതിചലിച്ചു പോകാം. നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ശിർക്ക് മുഹാലാണ്, അസംഭവ്യമാണ് മുസ്ലിം സമൂഹത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. മുസ്ലിമാണോ? അവന് ശിർക്കില്ല എന്നാണ്. സത്യത്തിൽ നമ്മൾ ഖുർആനിലെ വ്യത്യസ്ത വചനങ്ങളിലൂടെ നിങ്ങൾ കടന്നു വരൂ. മുനീബീന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ്സലാ വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. മുനീബീന ഇലൈഹി, പശ്ചാത്തപിച്ച് മടങ്ങിയവരെ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് കൊടുത്തുവിട്ടുകയും ചെയ്യുന്ന ആളുകളെ, വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളായി പോകാതെ ശ്രദ്ധിക്കണേ. മുശ്രിക്കായി പോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. അള്ളാഹുവിന്റെ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂമിൽ 31-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയാണ്, ശിർക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് നിങ്ങളുടെ മുഖത്തെ തിരിച്ചു നിർത്തണം. പടച്ചവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അവനെ നിങ്ങൾ വഴങ്ങണം. അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നേർച്ചകൾ സമർപ്പിക്കുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ ഖുർആൻ അടിക്കടി പറയുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ഖുർആൻ അരക്കെട്ടുറപ്പിക്കുന്നു. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 23-ൽ അല്ലാഹു ആവർത്തിച്ച് പറയും, വഖളാ റബ്ബുക, അല്ലാഹു വിധിച്ചിരിക്കുന്നു, നിന്റെ നാഥനെ മാത്രം നീ ആരാധിക്കണം, അവനിൽ നീ ഒന്നിനെയും പങ്കുചേർക്കരുത്. ഇങ്ങനെ എത്രയോ ആയത്തുകളിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഏതൊരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ അവരോട് പറയുന്നതായി ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ഏകനായ റബ്ബാണ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 51-ാമത്തെ സൂക്തമാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഈ ഭാഗം ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാ അമ്പിയാക്കളും ലോകത്ത് വന്നിട്ട് പഠിപ്പിച്ച കാര്യം ഇതാണ്. എല്ലാ ആരിഫീങ്ങളും മുജദ്ദിദുകളും അതുപോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരും ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കണ്ടതും ഈ കാര്യമാണ്. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് വ്യതിചലിച്ചു പോകുന്ന സമൂഹത്തെ എന്തിനധികം സൂറത്തു ആൽ ഇംറാനിൽ ഖുർആനിലെ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ സൂക്തം എന്താ? അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാണ്, അല്ലാഹുവേ റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ഹിദായത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയല്ലേ. അപ്പൊ ഹിദായത്ത് കിട്ടിയവർക്ക് ഹിദായത്തിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകും, മാറ്റമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ കണ്ടിടത്തല്ല ഇന്ന് പോകുന്നത്, നാളെ കണ്ട വിശ്വാസമല്ല അടുത്ത ദിവസവും വെച്ചു പുലർത്തുന്നത്, ഇന്നിന്റെ അഭിപ്രായമല്ല നാളെ അവനുള്ളത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ അവന്റെ ഹൃദയം, കൽബ് എന്ന പദത്തിന്റെ അർത്ഥം ഇളകി മറിയുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് അടിക്കടി ഓർമ്മപ്പെടുത്തി, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, നീ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എത്രയെത്ര സ്ഥലത്താണ് മരിക്കുന്നവരെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം
സബീൽ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണം. സൂറത്ത് ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്താണ്. നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണം. മരിക്കുന്നത് ഒരു മനുഷ്യന്റെ 68-ാമത്തെ വയസ്സിൽ. നമസ്കാരത്തിലാണെങ്കിൽ പോലും അവൻ പറയുന്നത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ. അവൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവൻ അനുസരിക്കുന്നത്, അള്ളാഹുവിന്റെ ഹിദായത്ത് അവന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നത്? ഏത് നിമിഷവും മനുഷ്യൻ വ്യതിചലിക്കാൻ കാരണമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടി അങ്ങ് നിലത്തിട്ടിട്ടതങ്ങ് പാമ്പായി കഴിഞ്ഞപ്പോ ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ, മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മജീഷ്യന്മാർ ഉറക്കെ പ്രഖ്യാപിച്ചല്ലോ. നമ്മൾ ചിന്തിക്കണം. ഫിറൗന് ചോദിക്കുകയാണ്, ഞാൻ പറയാതെ എന്റെ കൽപ്പന കിട്ടാതെ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയോ, അവന്റെ റബ്ബിൽ വിശ്വസിക്കുകയോ, മൂസാ നബിയുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കുകയോ? അതുകൊണ്ട് നിശ്ചയമായി ഞാൻ നിങ്ങളുടെ ഇടത് കൈ ഛേദിക്കും, വലത് കാലി ഛേദിക്കും, ശരീരത്തിന്റെ അവയവങ്ങൾ ഓപ്പോസിറ്റായി ഞാൻ ഛേദിച്ചു കളയും, നിങ്ങളെ ഈത്തപ്പനയിൽ കൊണ്ടുവന്ന് കുരിശിലേറ്റും. അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്താ? ഫറോവ, നിനക്ക് ഇവിടെയല്ലേ ഇത് സാധിക്കൂ, പരലോകത്ത് നിനക്ക് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഈമാനിന്റെ പ്രകടത കാണിച്ച, വിശ്വാസം ഉറപ്പിച്ചു കൊടുത്തൊരു സമൂഹം, അത്രമാത്രം ഈമാനിന്റെ ദൃഢത കാണിച്ചൊരു സമൂഹം, മൂസാ നബി വടി നിലത്തിട്ടത് കണ്ട സമൂഹം, ചെങ്കടൽ വളർന്ന ആ മൂജിസത്ത് കണ്ട സമൂഹം, മൂസാ നബിയുടെ കൂടെ തൂരിസീന പർവ്വതത്തിന്റെ താഴ്വരയിൽ 40 കൊല്ലക്കാലം അലഞ്ഞു തിരിയേണ്ടി വന്നൊരു ഘട്ടത്തിൽ 40 ദിവസം, വെറും 40 ദിവസം, ഈ 40 ദിവസം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തിന്റെ ഏടുകൾ വാങ്ങാൻ പോവുകയാണ്. അനാഥമാക്കിക്കൊണ്ടല്ല അദ്ദേഹത്തിന്റെ പോക്ക്. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മേൽനോട്ടമേൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹാറൂൻ നബി നോക്കി നിൽക്കെ, ഹാറൂൻ നബി അവരെ ഉപദേശിക്കെ, ഹാറൂൻ നബി അവരോടൊപ്പം ഉണ്ടായിരിക്കെ മൂസാ നബി മരിച്ചിട്ടില്ല, തൗറാത്തിന്റെ ഏടുകൾ വാങ്ങാൻ പോയതാണ്. ആ 40 ദിവസത്തിനുള്ളിൽ സാമിരി എല്ലാ ആഭരണങ്ങളും ഊറ്റിയൊരുക്കി ഒരു പശുക്കുട്ടി ഉണ്ടാക്കി. മൂസ ആരാധിച്ച റബ്ബിതാണ്, മൂസ തേടിപ്പോയ റബ്ബിതാണ്, അത് പറയാൻ മൂസയോട് മറന്നുപോയതാണ് എന്ന് പറഞ്ഞ ആ മാത്രയിൽ തന്നെ ആ സമൂഹം ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് മുസ്ലിമായവർ, ഒരു സെക്കൻഡ് കൊണ്ട് മുവഹിദായവർ, ജീവിതത്തിന്റെ മറ്റൊരു സെക്കൻഡ് കൊണ്ട് മുശ്രിക്കായി പോയ ചരിത്രമാണ് അള്ളാഹുവിന്റെ ഖുർആനെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ഗൗരവമായി ഇതിനെ കാണുന്നത്, ജാഗ്രതയോടെ ഇതിനെ കാണുന്നത്. മഹാനായ പ്രവാചകന്റെ അരുമശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ പോയിട്ട് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് യമനിൽ നിന്ന് വന്നിട്ട് സലാം പറഞ്ഞ ഉടനെ തന്നെ ഒരൊറ്റ സുജൂദിൽ വീഴലാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സുജൂദിൽ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ അമ്പരന്ന് പോയി. മുആദിനെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, മുആദേ, വിശ്വാസിയായി കൊണ്ടാണല്ലോ ഇവിടുന്ന് പോയത്, മുവഹിദായി കൊണ്ടാണല്ലോ പോയത്, തൗഹീദ് സ്വീകരിച്ചുകൊണ്ടാണല്ലോ പോയത്, എന്തു പറ്റി? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നബിയെ, ഞാൻ ചെന്ന നാട്ടിലെ രാജാക്കന്മാരുണ്ടല്ലോ, ആ രാജാക്കന്മാരെ, അവരുടെ അനുയായികൾ, അവിടുത്തെ പ്രമാണിമാരെ, അവരുടെ അനുയായികൾ, അവരൊക്കെ അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടും തലകുനിച്ചുകൊണ്ടും ആദരവ് കാണിക്കുന്നു. ഞങ്ങൾക്ക് ലോകഗുരു അങ്ങാണ്, ഞങ്ങളുടെ നേതാവ് അങ്ങാണ്, അവരെക്കാളൊക്കെ പ്രാധാന്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങയുടെ മുമ്പിലല്ലാതെ വേറൊരു മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് നീ കാഫിറായി പോയി എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കാനത് കുഫ്റാണ്. എന്തുകൊണ്ട് അദ്ദേഹം ആ സാഹചര്യം പരിശോധിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സാഹചര്യം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മുആദേ, അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരോട് അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പിക്കുമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഓരോ സമൂഹത്തിലുമുള്ള വ്യതിയാനങ്ങളെ, മാറ്റങ്ങളെ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാണ് റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമന പുത്രൻ ഇബ്രാഹിം ഹിജ്റ 10-ാം വർഷം മരിക്കുന്നു. ഹിജ്റ 10-ൽ മരിച്ചപ്പോ അതേ ഘട്ടത്തിൽ തന്നെ സൂര്യന് ഗ്രഹണം ബാധിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസികൾ, മുവഹിദുകൾ, മുജാഹിദുകൾ, സത്യവിശ്വാസികൾ, സുന്നത്തിന്റെ ആളുകൾ, അവർ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മഹത്വം കൊണ്ടും റസൂലുള്ളാഹിന്റെ പുത്രന്റെ മഹത്വം കൊണ്ടും സൂര്യന് ഗ്രഹണം ബാധിച്ചു, അതുപോലെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടായി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കണ്ടേ, ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാൻ അവരെ ഇത് തിരുത്തി കൊടുക്കേണ്ടതില്ല, ഞാൻ അവരോട് ഇത് പറയേണ്ടതില്ല, അതെന്റെ ക്രെഡിറ്റ് ആണല്ലോ, എന്റെ മോന്റെ ക്രെഡിറ്റ് ആണല്ലോ എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓടിച്ചെന്ന് മിമ്പറിൽ കയറുന്നു.
യാ അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും, മനുഷ്യരെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സൂര്യചന്ദ്രന്മാർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ആരെങ്കിലും മരിച്ചതുകൊണ്ടോ ആരെങ്കിലും ജനിച്ചതുകൊണ്ടോ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ. മുളയിലെ നുള്ളി ആ സെക്കൻഡിൽ തന്നെ തിരുത്തി കൊടുത്തു. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നല്ല, എന്തുകൊണ്ട് തിരുത്തിയില്ല എന്നല്ല, തിരുത്തുമ്പോൾ തന്നെ മനസ്സിലാക്കുമ്പോൾ തന്നെ തിരുത്തപ്പെടേണ്ടതാണ്, തിരുത്തി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതൊരു രോഗമായി വളരും, അല്ലെങ്കിൽ അതൊരു വിശ്വാസമായി രൂപപ്പെടും. അതുകൊണ്ട് തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടവർ തിരുത്തേണ്ട വിധത്തിൽ തിരുത്തേണ്ടവർക്ക് തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ലോകത്ത് വമ്പിച്ച വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചരിത്ര സംഭവങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഇസ്മിക റബ്ബി വളഅതു ജംബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് വബി നബിയിക്കല്ലദീ അർസൽത എന്ന ഭാഗം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചതിന് ശേഷം ആ സഹാബിയോട് ഏറ്റുചൊല്ലാൻ പറഞ്ഞു. ഏറ്റുചൊല്ലിയ സമയത്ത് വബി നബിയിക്കല്ലദീ അർസൽത എന്ന ഭാഗത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് തിരുത്തി പറഞ്ഞു അദ്ദേഹം. റസൂലിനെ നബിയേക്കാൾ റസൂലി എന്ന പദം ഏറെ ശ്രേഷ്ഠമാണ്. നബി എന്ന പദത്തേക്കാൾ ഏറെ ശ്രേഷ്ഠമായ പദമാണ് റസൂലി എന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ പഠിപ്പിച്ച പോലെ ചൊല്ലിയാ മതി, എനിക്ക് വഹി കിട്ടിയത് അങ്ങനെയാണ്, അള്ളാഹുവിന്റെ വഹി എനിക്ക് എങ്ങനെയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറയാണ്, ഖുർആനിലെ 53-ാം അധ്യായം 3-4 സൂക്തങ്ങളിലൂടെ പറയുന്നു, റസൂലുള്ളാഹി അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാറില്ല. റസൂലി എന്ന പദം നബി എന്ന പദത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. പക്ഷേ വബി നബിയിക്കല്ലദീ അർസൽത എന്ന ഭാഗത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് തിരുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുക്കുകയും നല്ലതല്ലേ, നല്ല വാക്കല്ലേ എന്നതല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം. അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അത് അതേപടി നിലനിൽക്കണം. നബിയിക്കല്ലദീ അർസൽത എന്നാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്, ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തത്. അത് റസൂലിക്കല്ലദീ അർസൽത എന്ന് മാറ്റാൻ മുത്തു നബിക്ക് പോലും പെർമിഷൻ ഇല്ല. ശ്രേഷ്ഠമായ വാക്കാണത്. ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തെയും ജാഗ്രതയോടുകൂടി കണ്ടു. അഴകുഴമ്പനായ ഒരു നിലപാട് റസൂലുള്ള സ്വീകരിച്ചിട്ടില്ല. ആവാം, തിരുത്താം, ഭിന്നത വേണ്ട എന്ന് വിചാരിക്കാൻ സന്ദർഭമില്ല. അവിടെ കല്യാണ വീടെന്ന് വ്യത്യാസമില്ല, മരണ വീടെന്ന് വ്യത്യാസമില്ല. ബിദ്അത്ത് കണ്ടാൽ അത് ബിദ്അത്താണെന്നതിന്റെ വ്യക്തികളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ സമൂഹം ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാവിധ കെട്ടുകളും അഴിഞ്ഞു പോകും. ഇത് വല്ലാത്തൊരു ചരിത്രമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഈ ഭാഗം ഞാൻ പറഞ്ഞെന്താണ്, ഗൗരവപ്പെട്ട ഓരോ കാര്യങ്ങളും വ്യതിയാനമുണ്ടാകും, മാറ്റമുണ്ടാകും. അപ്പോഴൊക്കെയും ശക്തമായ താക്കീതുകൾ ആവശ്യമാണ് എന്ന ഖുർആനിന്റെ ആശയം. ഇത് ഉൾക്കൊള്ളണം. അപ്പൊ ഞാൻ പറഞ്ഞു, ശിർക്കിൽ നിന്ന് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് ഉടനടി സമൂഹം വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത ഖുർആനും സുന്നത്തും നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവമായി പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കണം എന്ന് നമ്മൾ പറയുന്നത്? അള്ളാഹുവിനെ എന്തുകൊണ്ടാണ് ആരാധിക്കണം എന്ന് പറയുന്നത്? ഒരാളെ ആരാധിക്കാൻ എന്ത് യോഗ്യതയാണ് ഉണ്ടാകേണ്ടത്? അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്തൊക്കെ യോഗ്യതയാണ് ആരാധനക്കാരനായിട്ടുള്ള പടച്ചതമ്പുരാനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്തേ അവനെ മാത്രം ആരാധിക്കാൻ, എന്തേ മറ്റൊരാളെ ആരാധിക്കരുത് എന്ന് പറയാൻ? ആകാശഭൂമികളെ പടച്ച സിട്ടാവിനെ തന്നെ ആരാധിക്കണമെന്ന് പറയാൻ എന്താ കാരണം? എന്താ കാരണം? ഇത് നമ്മൾ ആലോചിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു 4-5 സൂക്തങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്റെ കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചു നിന്നാൽ മതി. നിങ്ങൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പടച്ചതമ്പുരാൻ പറയും വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ 20, 21, 22 സൂക്തങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ മതി. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അല്ലാഹു പറയാണ്, പടച്ചതമ്പുരാൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ വല്ലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യം. ഇത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ജാതി മത വർഗ വർണ്ണങ്ങൾക്കതീതമായി
സമസ്ത മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണെന്ത്? അള്ളാഹുവിന് പുറമേ അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ വല്ലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ടോ? നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ പ്രാർത്ഥന സമർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തി, ഏതെങ്കിലും ഒരു വ്യക്തി എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതല്ലേ? ന്യായമായ ചോദ്യമാണിത്. ഇത് മതഭേദമന്യേ ജനങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റു മതക്കാരുണ്ടെങ്കിൽ അവരും ശ്രീകൃഷ്ണനോ ശ്രീരാമനോ യേശുക്രിസ്തുവോ മുനമ്പത്ത് ബീവിയോ മൊഹീദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ സായിയോ അമ്മയോ ആരും ഈ ലോകത്ത് ഒരു യഖ്ലുഖു ദുബാബൻ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഒരു ബഹൂലത്തിനെ പോലും അവരാരും സൃഷ്ടിച്ചിട്ടില്ല. ഈ യാഥാർത്ഥ്യമാണ് ഖുർആൻ ആദ്യം പറയുന്നത്. അപ്പൊ അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. ഒന്ന് സൃഷ്ടാവാകണം, രണ്ട് സൃഷ്ടിയാവാൻ പാടില്ല, സൃഷ്ടിക്കണം. അങ്ങനെ നമ്മൾ ആരാധിക്കുന്ന അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ലോകത്താർക്കും ഇന്നോളം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ നിലക്ക് അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള ഏകത്വം നമ്മളൊക്കെ അംഗീകരിക്കുന്നു. മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള ഏകത്വം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ട്. ഇനി അവിടെ തുടർന്ന് ആയത്ത് പറയുന്നത് എന്താണ്? അംവാതുൻ, ഒരു മരിച്ചുപോയ ആളുകളാണ്. ഒയ്റു അഹിയാഇൻ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. എന്തിനാണ് അള്ളാഹു ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞത്? മരിച്ചുപോയവർ കേൾക്കൂല എന്ന് പറയാനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ വല്ലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം. എന്നിട്ട് അള്ളാഹു പറയാണെന്ത്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? മരിച്ചുപോയ ആളാണ്, ജീവൻ പോലും ഇല്ലാത്ത ആളുകളാണ്. പിന്നെ എങ്ങനെ അവർ കേൾക്കുന്നതെന്നാണ് അള്ളാഹിന്റെ ചോദ്യം. മാത്രമല്ല അവർ ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ഈ 5 യോഗ്യത അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ആരാധന അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതായത് ഒന്ന് സൃഷ്ടാവാകണം, സൃഷ്ടിയാവരുത്. രണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാവണം. അത് അള്ളാഹുവിന്റെ മാത്രം യോഗ്യതയാണ്. മുസ്ലിങ്ങളൊക്കെ അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി നമുക്ക് എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ ചാർട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ ആശയം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മാത്രം. അവിടെ ഖുർആനിൽ സൂറത്ത് ബക്കറ 255 സൂക്തമാണത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അവൻ അൽ ഹയ്യു വൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും അവനാണ്. അപ്പൊ എല്ലാം നിയന്ത്രിക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എന്ന യോഗ്യത പടച്ച തമ്പുരാന് മാത്രമുള്ളതാണ്. ആ ഗുണം അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നാണ് ഈ വാചകത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആയത്തോ നമുക്കൊക്കെ സുപരിചിതമായ മറ്റൊരായത്താണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്ത് ബക്കറയിലെ 21 സൂക്തമാണ്. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സിട്ടാവാരാണോ, ആ സിട്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സിട്ടാവിനെ എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് സിട്ടാവിലേക്ക് ക്ഷണിക്കാൻ ഒരു പ്രവാചകൻ വരേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ സിട്ടാവിലേക്ക് വരൂ, എന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് പറയേണ്ടി വന്നിട്ടില്ല പ്രവാചകന്മാർക്ക്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നല്ല. വല്ലാത്തൊരു വിഷയം ഞാൻ പറയില്ല. ഖാലിഖ ഇല്ലല്ലാഹ് എന്നല്ല, അല്ലാഹു അല്ലാതെ സിട്ടാവില്ല എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ്. കാരണം അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള ഏകത്വം അവർ അംഗീകരിച്ചിരുന്നു. ഉലൂഹിയത്തിലുള്ള ഏകത്വമാണ് അവർ അംഗീകരിക്കാത്തത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, തൗഹീദും ശിർക്കും. നാട്ടിക വി മൂസ മുസ്ലിം മർഹൂം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ അധ്യായമുണ്ട്. എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രമാണമായി നേരിട്ട് തെളിവുദ്ധരിക്കാനാണ് ഇതിനെ എങ്ങനെ എടുത്തുദ്ധരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന് പുറമെ ഇലാഹും അഥവാ ആരാധ്യൻ റബ്ബും സംരക്ഷകൻ ആയി പലതുമുണ്ടെന്ന് വിശ്വസിക്കാത്തവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. എന്നിട്ട് അദ്ദേഹം പറയാണെന്ത്? തൗഹീദും റുബൂബിയ, സംരക്ഷണ കർത്തൃത്വത്തിലുള്ള ഏകത്വം അവർക്കുണ്ടായിരുന്നു എന്നും തൗഹീദും ഫിൽ ഉലൂഹിയ അഥവാ ആരാധ്യനാവുന്നതിലുള്ള ഏകത്വത്തിൽ മാത്രമേ മക്കയിലെ മുശ്രിക്കുകൾക്ക് നിഷേധമുണ്ടായിരുന്നു എന്നും ഇവിടെ മുജാഹിദുകളായ ആളുകൾ പ്രചരിപ്പിക്കുന്നു. അത് ശരിയല്ല എന്ന്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ഇവിടെ തലക്കെട്ട് തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് മക്കാ മുശ്രിക്കുകളുടെ എന്നാണ്. മുശ്രിക്കാകണേ എന്ത് വേണം? ഏറ്റവും ലളിതമായ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇതെന്തുകൊണ്ട് വലിയ വലിയ ഉസ്താദുമാർക്ക് മനസ്സിലായില്ല? മുശ്രിക്കുകളുടെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്നാണ്. മുശ്രിക്കാകണേ എന്ത് വേണം? ഇതൊരു പ്രാഥമിക വിജ്ഞാനമാണ്. മുശ്രിക്കാകണേ അള്ളാഹുവിൽ പങ്കുചേർക്കണം. അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാൾ മുശ്രിക്കാവൂല. ഇത് ഏത് മുസ്ലിമിനും അതിന്റെ ബാലപാഠം അറിയുന്ന ഏത് മനുഷ്യനറിയാവുന്ന ഒരു പോയിന്റാണ്. മുശ്രിക്ക് എന്ന് പറയുന്നത് എന്ത് വേണോ? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ പങ്കുചേർത്തവനാ. ആരിൽ? അള്ളാഹുവിൽ. അള്ളല്ലാന്ന് വിശ്വസിക്കുന്നവനും നിരീശ്വരവാദിയാവുള്ളൂ, മുശ്രിക്കാവൂല. ഇതൊരു പ്രാഥമിക വിജ്ഞാനമാണ്. ഈ പ്രാഥമിക വിജ്ഞാനം പോലും ഇല്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ ഞാൻ ഉദ്ധരിച്ച ആയത്തിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇനി സ്വാഭാവികമായി തുടർന്ന് അള്ളാഹ് പറയുന്നത് എന്താ? കാരണം അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തന്നെ നോക്ക, നിങ്ങൾ അവരറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു, അത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ ആകാശത്ത് നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി തന്നു, ആകാശത്ത് നിങ്ങൾക്ക് മഴയൊരിഞ്ഞു തന്നു. ഇതെല്ലാം ചെയ്തിരുന്നവൻ ആരാണ്? പടച്ചതമ്പുരാനാണ്. ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു തന്നവനും പടച്ചതമ്പുരാനാണ്. ഭൂമിയെ മുളപ്പിച്ചതും പടച്ചതമ്പുരാനാണ്. ഭൂമിയിലെ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നതും പടച്ചതമ്പുരാനാണ്. ആഴിയുടെ അഗാധ തലങ്ങളിൽ മുത്തുംപവയവും സംവിധാനിച്ചതും പടച്ചതമ്പുരാനാണ്. ഇതെല്ലാം ചെയ്യുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനെ നിനക്കാണ് സർവസ്തുതി. അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാവാരിധിയുമാണ് നീ. മാത്രവുമല്ല മാലിക് യൗമിദ്ദീൻ, നീ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ആ സഹായം എന്ന് പറയുന്നത് അഭൗതിക മാർഗത്തിലുള്ളതാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങളാണ്. അല്ലാതെ നമ്മൾ ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുന്നതോ രോഗി ഡോക്ടറോട് സഹായം ചോദിക്കുന്നതോ ഇതിൽപ്പെട്ടതല്ല. ഇത് നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദന്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് പണം എന്ന് സഹായം ചോദിച്ചതാണ്. അത് ശിർക്കാണ് എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അത് കാര്യകാരണ ബന്ധങ്ങളുടെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ യഹൂദൻ ഏതോ വീട്ടിൽ ഇരിക്കുമ്പോൾ റസൂലുള്ള ഇവിടെ നിന്നിട്ട് യഹൂദ നിന്റെ പോക്കറ്റിലുള്ള പണം എന്റെ പോക്കറ്റിൽ എത്തിക്കണമെന്ന് പറഞ്ഞതല്ലല്ലോ. യഹൂദന്റെ വീട്ടിലേക്ക് കയറി ചെന്നു, യഹൂദനെ വിളിച്ചു വരുത്തി, എനിക്കല്പം പണം ആവശ്യമുണ്ട്, ആ പണം തരണം എന്ന് പറഞ്ഞതാണ്. അതിൽ കാര്യകാരണ ബന്ധങ്ങളുണ്ട്. ഈ വസ്തുത മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ലെങ്കിൽ ഒരാളോട് മോനെ നീ ഈ വണ്ടി ഒന്ന് അവിടെ കൊണ്ടുവന്ന് താ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുക്കുക എന്നൊന്നും പറയുന്നത് ശിർക്കാകുമെന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. ആ സഹായത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ആ സഹായത്തെക്കുറിച്ച് കൂറ്റനാടിന്റെ പരിഭാഷ ഫതഹുർ റഹ്മാൻ നിങ്ങൾ എടുത്തു നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. സഹായം തേടൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണല്ലോ എന്ന് മാത്രവുമല്ല, പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാണല്ലോ എന്നാണ്. ഈ വസ്തുത സുന്നി പരിഭാഷ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ കാരണം അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അവനാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് എല്ലാം അറിയുന്നത്, വിചാരങ്ങളും വികാരങ്ങളും അറിയുന്നത്. പാതിരാത്രി അരിച്ചു നീങ്ങുന്ന കറുത്ത കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്നവൻ പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രമേ ദുആ ഇരക്കാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇനി ഖുർആനിലെ മറ്റൊരു സൂക്തം നിങ്ങൾ നോക്കുക. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ 10-11 സൂക്തങ്ങൾ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തുമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹി ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി വലിദ്ദാലിമൂന ഫീ ളലാലിൻ മുബീൻ. അല്ലാഹ് പറയാണ്, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയിരിക്കുന്നു. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ, പറ
പർവ്വതങ്ങളെ അതിൽ ആണികളാക്കി തന്നിരിക്കുന്നു. നിങ്ങളെ വിഷ്ടങ്ങളായ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ആകാശത്ത് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞേറുന്നു. ഇക്കണ്ടതൊക്കെയും ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, പടച്ച തമ്പുരാന് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തുവും ഇതിലുണ്ടോ എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. പടച്ച തമ്പുരാനെ മൊയ്തീൻ ശൈഖ് സൃഷ്ടിച്ചതാണ് ഈ കോഴി എന്ന് പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചതാണ് ഈ കുതിര എന്ന് പറയാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. അള്ളാന്റെ വെല്ലുവിളി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഇതിനെ സൃഷ്ടിച്ച വല്ല ആളുകളുമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരണം സുഹൃത്തേ എന്ന് പടച്ച തമ്പുരാൻ അവന്റെ കലാമിലൂടെ നമ്മളോട് ചോദിക്കുന്നു. അപ്പൊ ഇതൊക്കെ പടച്ച പരിപാലിക്കുന്ന ആകാശഭൂമികളെ പടച്ച കരങ്ങൾ ഏതാണോ ആ കരങ്ങളാണ് നമ്മെ പടച്ചത്. എന്തുകൊണ്ടാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, സൂറത്തു സുമറിലെ ചോദ്യമാണ്, ഖുർആനിലെ വല്ലാത്തൊരു ചോദ്യം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങൾക്ക് അല്ലാഹു പോരെ നിങ്ങൾക്ക്, പടച്ച തമ്പുരാൻ പോരെ നിങ്ങൾക്ക്? ഈ ചോദ്യത്തിന്റെ ആഴവും പരപ്പും എത്രയാണ്? അല്ലാഹു മതി എന്ന് പറയേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മതിയായിപ്പെട്ടവനല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താ അറിയോ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതലൊന്നങ്ങ് ആലോചിച്ചു നോക്കുക. നാം ആരുമായിരുന്നില്ലല്ലോ. പറയപ്പെടാനൊന്നുമല്ലാത്തൊരവസ്ഥ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? നീ ഒന്നുമല്ലാത്തവനായിരുന്നു. സൂറത്ത് ഇൻസാനിലെ, സൂറത്തു ദഹ്റിലെ, ഖുർആനിലെ 71-ാം അധ്യായത്തിന്റെ, ഖുർആനിലെ 76-ാം അധ്യായത്തിന്റെ 1-ാമത്തെ സൂക്തത്തിന്റെ ചോദ്യമാണ് പറയപ്പെടാൻ നിങ്ങൾ ഒന്നുമായിരുന്നില്ലല്ലോ. നിങ്ങൾ ഉണ്ടായിരുന്നില്ല. മാതാവിന്റെ ഗർഭപാത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. മണ്ണിന്റെ ഭാഗം പോലും ആയിരുന്നില്ല ഒരു കാലത്ത്. ഇന്ന് നിങ്ങൾ മണ്ണിന്റെ ഭാഗമാണ്. ആ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ സസ്യങ്ങളും ഭക്ഷണങ്ങളും കഴിച്ച് നിന്റെ പിതാവിന്റെ സെമിനൽ വെസിക്കിൾ വഴി പ്രവഹിക്കുന്ന ബീജഗണമായി നീ മാറിയില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം, ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിക മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. പടച്ച തമ്പുരാൻ ഖുർആനിലെ 86-ാം അധ്യായം, 86-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള സൂക്തത്തിൽ ഫൽയൻദുരിൽ ഇൻസാനു, മനുഷ്യർ നോക്കുന്നില്ലേ അവൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്? തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയുടെ കണമായിരുന്നവൻ. യഖ്റുജു, അവൻ പുറപ്പെടുന്നു, അല്ലെങ്കിൽ അത് പുറപ്പെടുന്നു, മിൻ ബൈനി സുൽബി വത്തറായിബ്, അവന്റെ നെഞ്ചെല്ലിന്റെയും അവന്റെ ഭാര്യല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കളിലൂടെ ആ ഇന്ദ്രിയം പ്രവഹിച്ചു വരികയാണ്. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയാണ്, അലം നകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ. ഖുർആനിലെ സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 37 മുതലുള്ള സൂക്തമാണ്. ആ സൂക്തത്തിൽ അല്ലാഹ് പറയാണെന്ത്? അലം നകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണമായിരുന്നില്ലേ മനുഷ്യരെ നിങ്ങൾ? കോടിക്കണക്കിന് ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒരൊറ്റ ബീജമാണ് അണ്ഡവുമായി കൂടിച്ചേരുന്നത് എന്ന് മോഡേൺ സയൻസ് എംബ്രിയോളജിയിൽ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? ഇങ്ങനെ മനുഷ്യനെ തെറിച്ചു വീഴുന്ന അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു. എന്നിട്ട് ബീജഗണമാക്കി മാറ്റി. അതേ ലക്ഷണമൊത്ത ബീജം അണ്ഡവുമായി കൂടിച്ചേർന്നു. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയാണ്, ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 12 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളിൽ അല്ലാഹ് പറയാണ്, നിങ്ങളെ ഒരു ഇന്ദ്രിയത്തുള്ളിയാക്കി, പിന്നെ അതിനെ രക്തപിണ്ഡമാക്കി മാറ്റി. ആ രക്തത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ആ മാംസത്തെ വീണ്ടും അസ്ഥി കൊണ്ട് പൊതിഞ്ഞു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു. ഏറ്റവും നല്ല സൃഷ്ടിയാക്കി വിട്ടു. അങ്ങനെ നല്ല സൃഷ്ടിയായി ഈ ഭൂമിയിൽ വന്നു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കും السمع والابصار والافئدة لعلكم قليلا ما تشكرون لعلكم تشكرون. പല രൂപത്തിലും അല്ലാഹു ആവർത്തിച്ചു പറയാണ്. 16-ാം അധ്യായം 78-ാമത്തെ സൂക്തമാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവനായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ അവൻ പുറത്തു വന്നു. മാതാവിന്റെ ഗർഭപാത്രത്തിൽ അവൻ പുറത്തു വരുമ്പോ എന്താ സ്ഥിതി?
ആളുകൾ അവന്റെ ചുറ്റിലുമുണ്ട്, അവർക്കൊക്കെ സന്തോഷമാണ്, അവൻ കരയുകയാണ്. ആ സമയത്ത് മാതാവിന്റെ മാറിടത്തിൽ അനുഗ്രഹീതമായ സ്തന്യം നിറച്ചു വെച്ചു. അവന് മുത്തി കുടിക്കാനുള്ള അനുഗ്രഹീതമായ പാലിനെ അല്ലാഹു മാതാവിന്റെ സ്തനത്തിൽ സന്നിവേശിപ്പിച്ചു. ഈ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി. എന്നിട്ട് പടച്ച തമ്പുരാൻ ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിനക്കെന്റെ റബ്ബ് പോലെ അതേ എന്ന് പറയാനേ വിനയമുള്ളവന് സാധിക്കൂ. പടച്ച തമ്പുരാനെ, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, നീയാണ് എന്നെ വളർത്തിയവൻ. നിന്റെ വായു ശ്വസിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, നിന്റെ വെള്ളം കുടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, നീ നൽകിയ കൈകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്, നീ കണ്ട കാഴ്ച കൊണ്ടാണ് ഞാൻ കാണുന്നത്, നീ എനിക്ക് തന്ന കേൾവി കൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതൊക്കെ പടച്ച തമ്പുരാൻ നൽകിയ കഴിവാണ്. അതുകൊണ്ട് നാദാ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന ചോദ്യത്തിന് ഞാനിതാ പറയുന്നു, റബ്ബേ നീ മതി, നീ എനിക്ക് എല്ലാറ്റിലും മതി. ഇങ്ങനെ പറയാനും വിശ്വസിക്കാനും സാധിക്കുന്ന ആർക്കാ? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്ന ഒരവസ്ഥയാണിത്. ഇത് നമ്മൾ ആലോചിക്കണം. മൂന്നാമത്തത്, പലപ്പോഴും ആധുനികവും അർവാചീനവും ഒക്കെയായിട്ടുള്ള കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും വിശ്വസിക്കാറുള്ളത്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളായിരുന്നു, റുബൂബിയത്തിലുള്ള ഏകത്വം അവർ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇന്നും ഞാൻ ഈ പറഞ്ഞ പുസ്തക